2024 ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ന്യായാധിപന്മാർ 9-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: ജെറുബാലിൻ്റെ 70 പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ശെക്കെം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കാൻ പറഞ്ഞതാര്? ഉത്തരം: അബീമേലെക്ക്. ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവിൻ എന്ന് അബീമേലെക്ക് പറഞ്ഞത് ആരോടാണ്? ഉത്തരം: തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും. ശെക്കെം നിവാസികൾ അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ച്? ഉത്തരം: അബീമേലെക്കിനെ കുറിച്ച്. ശെക്കെം നിവാസികൾ അബീമേലെക്കിന് ഏതു ക്ഷേത്രത്തിൽ നിന്നാണ് വെള്ളി നാണയം എടുത്തു കൊടുത്തത്? ഉത്തരം: ബാൽബെറീത്തിൻ്റെ. ശെക്കെം നിവാസികൾ ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എന്തു നാണയങ്ങളാണ് എടുത്ത് അബീമേലെക്കിന് നൽകിയത്? ഉത്തരം: വെള്ളി നാണയങ്ങൾ. ശെക്കെം നിവാസികൾ അബീമേലെക്കിന് ബാൽബെറീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്തു കൊടുത്തത്? ഉത്തരം: 70. ആരാണ് കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കിയത്? ഉത്തരം: അബീമേലെക്ക്. ആരെയാണ് അബീമേലെക്ക് ഒരേ കല്ലിൽ വെച്ച് കൊന്നത്? ഉത്തരം: സ്വന്തം സഹോദരന്മാരെ. അബീമേലെക്കിനാൽ വധിക്കപ്പെടാതെ രക്ഷപ്പെട്ട ജെറുബാലിൻ്റെ പുത്രൻ? ഉത്തരം: യോത്താം. അബീമേലെക്കിനെ രാജാവായി വാഴിക്കാൻ ശെക്കെമിലെ പൗരന്മാരോടൊപ്പം ഒന്നിച്ചു കൂടിയതാര്? ഉത്തരം: ബെത്ത് മില്ലോയിലെ പൗരന്മാർ. അബീമേലെക്ക് രാജാവായി വാഴിക്കപ്പെട്ടത് എവിടെയുള്ള ഓക്കുമരത്തിന് സമീപത്ത് വെച്ചാണ്? ഉത്തരം: ശെക്കെമിലെ സ്തംഭത്തോട് ചേർന്നുള്ള. ശെക്കെമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന് സമീപത്ത് വെച്ച് രാജാവായി വാഴിക്കപ്പെട്ടത് ആര്? ഉത്തരം: അബീമേലെക്ക്. ശെക്കെം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ എന്ന് ഗെരിസിം മലമുകളിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാര്? ഉത്തരം: യോത്താം. ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് ഞാൻ പോകണമെന്നോ എന്ന് ഒലിവ് മരം പറഞ്ഞത് എപ്പോൾ? ഉത്തരം: വൃക്ഷങ്ങൾ തങ്ങളുടെ മേൽ രാജാവായി വാഴുകയെന്ന് പറഞ്ഞപ്പോൾ. രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ എന്ന് പറഞ്ഞത് ഏതു വൃക്ഷം? ഉത്തരം: അത്തിമരം. വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ വരണമെന്ന് മുന്തിരിച്ചെടിയോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി? ഉത്തരം: ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞുപേക്ഷിച്ച് ഞാൻ വരണമെന്നോ. നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് മുൾപ്പടർപ്പ്. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബീമേലെക്കിനെ രാജാവാക്കുന്നത്? ജെറുബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾക്ക് അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? ആരുടെ വാക്കുകൾ? ഉത്തരം: യോത്താം. യോത്താം ആരെയാണ് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അബീമേലെക്ക്. യോത്താം ശെക്കെമിലെ ജനങ്ങളോട് നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ അല്ല ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബീമേലെക്കിൽ നിന്ന് തീ ഇറങ്ങി എവിടുത്തെ ജനങ്ങളെ വിഴുങ്ങട്ടെ എന്നാണ് പറഞ്ഞത്? ഉത്തരം: ശെക്കെമിലെയും ബെത്ത് മില്ലോയിലെയും. സഹോദരനായ അബീമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്ത് എവിടെ ചെന്നാണ് യോത്താം താമസിച്ചത്? ഉത്തരം: ബേറിൽ. അബീമേലെക്ക് എത്ര വർഷമാണ് ഇസ്രായേൽ ഭരിച്ചത്? ഉത്തരം: 3 വർഷം. അബീമേലെക്കിനും ശെക്കെം നിവാസികൾക്കുമിടയ്ക്ക് ദൈവം എന്തിനെ അയച്ചപ്പോഴാണ് അവർ അബീമേലെക്കിനെ വഞ്ചിച്ചത്? ഉത്തരം: ഒരു ദുരാത്മാവിനെ. ആരാണ് മലമുകളിൽ അബീമേലെക്കിനെതിരെ ആളുകളെ പതിയിരുത്തി അതുവഴി കടന്നുപോയവരെ കൊള്ളയടിച്ചത്? ഉത്തരം: ശെക്കെംകാർ. ഏബദിൻ്റെ പുത്രൻ? ഉത്തരം: ഗാൽ. ആരാണ് ഈ അബീമേലെക്ക്? അവനെ സേവിക്കേണ്ടതിന് ശെക്കെംകാരായ നാം ആര് എന്ന് ചോദിച്ചതാര്? ഉത്തരം: ഏബദിൻ്റെ പുത്രനായ ഗാൽ. ജെറുബാലിൻ്റെ പുത്രൻ്റെ കിങ്കരനെന്ന് ഗാൽ വിശേഷിപ്പിച്ച നഗരാധിപൻ? ഉത്തരം: സെബൂൾ. ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബീമേലെക്കിനെ വകവരുത്തുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം:
ഏബദിൻ്റെ പുത്രനായ ഗാൽ. ഏബദിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുക്കളുമായി ഷെക്കിമിലെത്തിയ വിവരം അബിമേലെക്കിനെ അറിയിച്ചതാരാണ്? ഉത്തരം സെബൂൾ. ഗാലും അവൻ്റെ ആളുകളും ഷെക്കിമിൽ വന്നിരിക്കുന്നു, നിനക്കെതിരെ നഗരവാസികളെ ഇളക്കുന്നു എന്ന് സെബൂൾ അബിമേലെക്കിനെ ആളയച്ച് അറിയിച്ചത് അവൻ എവിടെയായിരുന്നപ്പോഴാണ്? ഉത്തരം അറൂമായിൽ. അബിമേലെക്കും സൈന്യവും ഗാലിനും ഷെക്കിം സൈന്യത്തിനുമെതിരായി പതിയിരുന്നത് എത്ര ഗണമായാണ്? ഉത്തരം 4 ഗണമായി. മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് എന്ന് സെബൂൾ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഗാലിനോട്. ആരെയും ബന്ധുക്കളെയുമാണ് ഷെക്കിമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് സെബൂൾ തുരത്തിയത്? ഉത്തരം ഏബദിൻ്റെ പുത്രനായ ഗാലിനെ. ഗാലിനെ ഷെക്കിമിൽ നിന്ന് തുരത്തിയ ശേഷം അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയതറിഞ്ഞ അബിമേലെക്ക് തൻ്റെ സൈനികരെ പതിയിരുത്തിയത് എത്ര ഗണമായാണ്? ഉത്തരം 3 ഗണം. ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു, പട്ടണം ഇടിച്ചു നിരത്തി, ഉപ്പു വിതറി. ആര്? ഉത്തരം അബിമേലെക്കും സൈന്യവും. ഷെക്കിമിലെ ഗോപുരവാസികൾ അബിമേലെക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അഭയം പ്രാപിച്ചത് എവിടെയാണ്? ഉത്തരം എൽബെറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ. ഷെക്കിം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നുവെന്ന് അബിമേലെക്കിന് അറിവ് കിട്ടിയപ്പോൾ എവിടേക്കാണ് പടയാളികളുമായി പോയത്? ഉത്തരം സൽമോൻ മലയിലേക്ക്. അബിമേലെക്കും പടയാളികളും വിറക് വെട്ടിയെടുത്ത് ഏതു കോട്ടയോട് ചേർത്തിട്ടാണ് തീവെച്ചത്? ഉത്തരം എൽബെറീത്ത്. എൽബെറീത്ത് കോട്ടയോട് ചേർത്ത് അബിമേലെക്കും പടയാളികളും തീയിട്ടപ്പോൾ ഗോപുരവാസികളായ എത്ര സ്ത്രീ പുരുഷന്മാർ കൊല്ലപ്പെട്ടു? ഉത്തരം 1000-ഓളം. 1000-ഓളം ഷെക്കിം ഗോപുരവാസികളെ തീയിട്ട് കൊലപ്പെടുത്തിയ ശേഷം അബിമേലെക്ക് എവിടേക്കാണ് പോയത്? ഉത്തരം തേബസിലേക്ക്. ഷെക്കിം ഗോപുരവാസികളെ വധിച്ച ശേഷം അബിമേലെക്ക് പിടിച്ചടക്കിയത് ഏത് പട്ടണമാണ്? ഉത്തരം തേബസ്. അബിമേലെക്ക് തേബസ് പിടിച്ചടക്കി എന്നറിഞ്ഞ് അവിടുത്തെ സ്ത്രീ പുരുഷന്മാർ എവിടെ കയറിയാണ് വാതിലടച്ചത്? ഉത്തരം ഒരു ബലിഷ്ഠ ഗോപുരത്തിൽ. ഒരു സ്ത്രീ അബിമേലെക്കിൻ്റെ തലയോട് എന്തെറിഞ്ഞാണ് ഉടച്ചത്? ഉത്തരം തിരികല്ലിൻ പിള്ള. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം അബിമേലെക്ക് ആയുധവാഹകനായ യുവാവിനോട്.